തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. നിങ്ങളുടെ ദേവൻ ശരിക്കും പറഞ്ഞാൽ ശിവനാണ്. നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആണ്, കുറച്ച് ആനലിറ്റിക്കലി തിങ്ക് ചെയ്യുന്നവരുമാണ്. സംസാരത്തിൽ നല്ല ഷാർപ്പുമായിരിക്കും. നിങ്ങൾ കുറച്ച് സാർക്കാസ്റ്റിക് ആയിട്ട് ടച്ച് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ അത്ര ഇമോഷണൽ അല്ല, പെട്ടെന്ന് ചിരിക്കില്ല, പെട്ടെന്ന് കരയില്ല. പക്ഷെ തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പെട്ടെന്ന് കരയുകയും ചെയ്യും, പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും. ആണുങ്ങളാണ് കൂടുതലും ലോജിക്കായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ബോറടിക്കും. അതുകൊണ്ട് മൈൻഡ് സ്റ്റിമുലേഷൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾക്ക് ഫ്രീഡം നന്നായിട്ട് വേണം. നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങളെ സഹിക്കുകയില്ല. റിലേഷൻഷിപ്പിൽ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സഫോക്കേഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവിങ് ബ്രെയിനാണ്. റിസർച്ച്, ടെക്, സൈക്കോളജി, മാനേജ്മെൻറ്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് സംസാരശേഷി നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും. ക്രൈസിസ് സമയത്ത്, അതായത് വല്ല പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും നല്ല കൂളായിട്ട് തന്നെ ഇരിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വീക്ക്നെസ്സും ഉണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂളായിട്ട് ഇരിക്കുമെങ്കിലും ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അതുകൊണ്ട് മറവിയൊക്കെ ചിലപ്പോൾ കൂടുതൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് രാത്രി 2-3 മണിക്കൂർ ആലോചിച്ച് കിടക്കണ സ്വഭാവവും നിങ്ങൾക്ക് ഉണ്ട്. ഇമോഷണലി എക്സ്പ്രഷൻ കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് കുറവാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അവരെ കെയർ ചെയ്യില്ല എന്നൊരു ഫീലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് സഡനായിട്ട് ഡിറ്റാച്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. തിരുവാതിരക്കാർ പൊതുവേ മനസ്സധികം തുറക്കാറില്ല. വൺസ് ഒരു ട്രസ്റ്റ് കിട്ടിയാൽ ലൈഫ് ടൈം ലോയൽറ്റി എന്തായാലും ഉണ്ടാവും. 2025 ശരിക്കും പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു പ്രഷർ പ്ലസ് ഒരു അവൈക്കനിങ് ഇയർ ആയിരുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് പ്രഷറൊക്കെ 2025 നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. കരിയറിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. കരിയർ ചിലവർ മാറിയിട്ടുണ്ടാവും കൺഫ്യൂഷൻ കാരണം. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി, ഫ്രണ്ട്സായിട്ടും ഉണ്ടായി, പാർട്ട്ണറായിട്ടും ഉണ്ടായി. മെൻ്റൽ സ്ട്രെസ്സ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരാണ്, എന്താണ് എനിക്ക് വേണ്ടത് എന്ന സെൽഫ് ക്വസ്റ്റ്യനിങ്ങൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. 2025 ഒരു ബ്രേക്ക് ഡൗൺ അല്ല, പക്ഷെ ഒരു ഇന്നർ റീസെറ്റ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2026 നിങ്ങൾക്കൊരു കാറ്റി പ്രസ് ഡയറക്ഷൻ, ഒരു സ്ലോലി ഒരു പവർഫുൾ റൈസ് നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ട്. 2026 ശരിക്കും പറഞ്ഞ ഒരു റീബർത്ത് ഇയറാണ്. കരിയറിൽ ഒരു സ്റ്റേബിൾ ഡയറക്ഷൻ കിട്ടും, ഇമോഷണലി മെച്യൂർഡ് ആവും, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്തായാലും ഉണ്ടാവും. ഫിനാൻഷ്യലി കുറച്ച് ഡിസിപ്ലിൻ എല്ലാം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. 2026 ജനുവരിയിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരും. ഒരു പഴയ കൺഫ്യൂഷനൊക്കെ ഉള്ളത് അതെന്തായാലും ക്ലിയർ ആവുകയും ചെയ്യും. പുതിയ പ്ലാനിങ് എല്ലാം എന്തായാലും തുടങ്ങും. കരിയറിലാണ് നിങ്ങൾ പ്ലാനിങ്ങും ഉണ്ടാവുക. പ്രണയത്തിനൊരു കോൾഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരുപാട് ദൃഢതയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോവും. ഫൈനാൻസ് സ്റ്റേബിൾ ആയിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ അധിക ചിലവൊന്നും ജനുവരിയിൽ കാണുന്നില്ല. ഒരു ന്യൂട്രൽ ഫീലിംഗ് ആയിരിക്കും. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല. അങ്ങനെ ഒരു മന്ദപ്പ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ജനുവരിയിൽ ഉണ്ടാവുക. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഫെബ്രുവരിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജോ കോളോ നിങ്ങൾക്ക് എന്തായാലും വരും. ഒരു ഓൾഡ് കോണ്ടാക്റ്റ് റീകണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് മുന്നോട്ട് പോകേണ്ട, ഒരു ബൗണ്ടറി എന്തായാലും നിങ്ങൾ അവിടെ വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഓൾഡ് കണക്ഷൻ വരുമ്പോൾ അത് രണ്ടുപേരും അറിയാണ്ട് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. പക്ഷെ നിങ്ങൾ അതിൽ പ്രഷർ അനുഭവിക്കാനും പാടില്ല. പരമാവധി ഒരു ബൗണ്ടറി വെക്കുന്നത് തന്നെയാണ് നല്ലത്. കരിയറിൽ ഐഡിയ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ വരും. സ്ലീപ്പ് ഇഷ്യൂ എന്തായാലും ഫെബ്രുവരിയിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാം ഒഴിവാക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. മാർച്ച് മാസത്തിലൊരു ഡിസിഷൻ മന്താണ്. റിസ്ക് പ്ലസ് സേഫ്റ്റി കൺഫ്യൂഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പ്രണയത്തിൽ ഈഗോ ക്ലാഷ് നല്ല രീതിയിൽ വരും. പോരാത്തതിന് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും എന്തായാലും വരും. സാമ്പത്തികം വരണതിന് വലിയ പ്രശ്നങ്ങളൊന്നും മാർച്ചിൽ കാണുന്നില്ല, നന്നായിട്ട് വരുന്നുമുണ്ട്. ഏപ്രിൽ മാസത്തിൽ വീണ്ടും നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. സോഷ്യലി വിസിബിലി
ഇൻക്രീസ് ആവും. നിങ്ങൾ എല്ലാ കാര്യത്തിലും പങ്കെടുക്കും, കുടുംബക്കാരായിട്ടും ബാക്കി എല്ലാവരുടെയും നിങ്ങൾ നല്ല വിസിബിൾ ആവും. അത് കുറച്ച് നല്ലതാണ്. കരിയറിൽ എന്തായാലും നല്ല അപ്രിസിയേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഏപ്രിൽ മാസത്തിലുണ്ട്. സിംഗിൾ ആയവർക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു പുതിയ അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് ഹാപ്പിനെസ് നല്ല രീതിയിൽ ഹൈ ആകും. ആ അട്രാക്ഷൻ പ്രണയമാവുമോ എന്നുള്ളത് കുറച്ച് ഡൗട്ടാണ്, പക്ഷെ നിങ്ങളെ സന്തോഷവാനായിരിക്കും. മെയ് മാസത്തിൽ ഒരു ഇമോഷണലി നല്ലൊരു ബ്രേക്ക് ത്രൂ എന്തായാലും ഉണ്ട്. ഒരാൾ നിങ്ങളെ ഡീപ്ലി എന്തായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. റിലേഷൻഷിപ്പ് നല്ല ബോണ്ടിങ് ആവും. മെൻ്റൽ പീസ് എന്തായാലും ഉണ്ടാവും. ചിലവ് നല്ല രീതിയിൽ തന്നെ കൂടും. നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കൂടും. പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജൂൺ മാസത്തിൽ എന്തായാലും വർക്ക് പ്രഷർ നല്ല രീതിയിൽ കൂടും. റെസ്പോൺസിബിലിറ്റി നല്ല ഇൻക്രീസ് ആവും. കരിയറിൽ വർക്ക് ലോഡ് നന്നായിട്ട് കൂടും. പക്ഷെ എന്നാലും ഒരു റെക്കഗ്നീഷൻ, സീനിയറിൻ്റെ ഒരു ഹെൽപ്പൊക്കെ മെല്ലെ എന്തായാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു സ്ട്രെസ്സായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ജൂൺ. ഓവർ തിങ്കിങ് ഒക്കെ നല്ല പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തലവേദന അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈയിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഒരു ബോൾഡ് ഡിസിഷൻ എന്തായാലും നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതിലൂടെയായിരിക്കും പിന്നെ കരിയറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോവുക. കരിയറിൽ ഒരു പുതിയ റോൾ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പ്രണയത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സംസാരം എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും. കുറച്ച് റിലാക്സ് ആവും ആ മാസത്തിൽ. ആഗസ്റ്റ് മാസത്തിൽ ഫൈനാൻസ് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഒരിക്കലും കടം വാങ്ങരുത്. ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ് പ്ലാനൊക്കെ തീരുമാനിക്കാൻ നല്ലൊരു മാസമാണ്. അതിലെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുക. സാമ്പത്തികം നല്ല രീതിയിൽ തന്നെ ഫ്ലോ ചെയ്യുന്നത്. അതിൽ കുടുംബക്കാരുടെ സപ്പോർട്ടും എന്തായാലും ഉണ്ടാവും. കുടുംബക്കാരായിട്ട് വഴക്കിടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സെപ്റ്റംബർ മാസത്തിൽ റൊമാൻറ്റിക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആവും. പ്രണയം കുറച്ചും കൂടി ഇൻറ്റൻസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ സ്ട്രോങ് അട്രാക്ഷൻ വരും. കമ്മിറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കും. പ്രണയത്തിൻ്റെ ഒരു പീക്ക് മന്ത് തന്നെയാണ് സെപ്റ്റംബർ. കൂടുതൽ മാരേജ് പ്രപ്പോസൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷണൽ സാറ്റിസ്ഫൈഡ് ആവണ ഒരു മന്തും കൂടിയാണ് സെപ്റ്റംബർ. ഒക്ടോബർ മാസത്തിൽ എന്തായാലും ഒരു സ്ഥലം നിങ്ങൾ സന്ദർശിക്കും. ട്രാവല്, ഒരു റീലൊക്കേറ്റ് പ്രോഗ്രാമൊക്കെ എന്തായാലും ഉണ്ടാവും. കരിയറിൽ ഒരു എക്സ്പാൻഷൻ എന്തായാലും കിട്ടും. ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും അതിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. നെറ്റ്വർക്ക് എക്സ്പാൻഷൻ ഉണ്ടാവും. അതായത് കൂടുതൽ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ കിട്ടും. ഫൈനാൻസ് നല്ല സ്ട്രോങ് ആവും. നവംബർ മാസത്തിൽ നല്ലൊരു റെക്കഗ്നേഷൻ എന്തായാലും ഉണ്ടാവും. ആൾക്കാർ നിങ്ങളുടെ ബുദ്ധിശക്തിയെ എന്തായാലും നല്ല രീതിയിൽ നവംബറിൽ പ്രശംസിക്കുകയും ചെയ്യും. കരിയറിലൊരു സക്സസ് ഉണ്ടാവും. റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് തന്നെ പോവും. ഇന്നർ പീസ് എന്തായാലും ഉണ്ടാവും. ഡിസംബറിൽ എനിക്കെല്ലാം തികഞ്ഞു എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഞാനൊരു ശരിയായ തീരുമാനം എടുത്തു എന്നൊരു കോൺഫിഡൻസും ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. പോരാത്തതിന് ദൈവവിശ്വാസമൊക്കെ ഡിസംബറിൽ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടി സമ്മറി നോക്കുകയാണെങ്കിൽ 2026 ലവ് ആൻഡ് മാരേജ് കുറച്ച് ഡീപ്പ് ആൻഡ് കാമാണ്. ഒരു സീരിയസ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസലൊക്കെ വരാൻ 2026 അവസാനം 2027 മാർച്ച് ആകുമ്പോഴൊക്കെ ഒരു മാരേജിൻ്റെ കാര്യങ്ങൾ ചർച്ചയൊക്കെ നടക്കും. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് ആ സമയത്ത് ഇനിയിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പാർട്ട്ണർ എന്തായാലും നല്ല ബുദ്ധിയുള്ളവരായിരിക്കും, മെച്യൂർ ആയിരിക്കും, നല്ല ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവർ താഴ്ന്നു തരുമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഡബിൾ സ്ട്രോങ് എന്തായാലും ആവും. കരിയർ നിങ്ങൾക്ക് IT, ടെക്നോളജി, റിസർച്ച്, സൈക്കോളജി, സ്ട്രാറ്റജി, മാനേജ്മെൻറ്റ്, കൺസൾട്ടിങ് ഇതിലെല്ലാം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. സ്ലോലേ ഗ്രോത്ത് ചെയ്യുള്ളൂ, പക്ഷെ പെർമനൻ്റ് ആയിരിക്കും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്നൊരു ലോട്ടറി ഒന്നും അടിക്കാൻ സാധ്യതയൊന്നുമില്ല. സേവ് ചെയ്ത് വെച്ചാൽ അതെന്തായാലും നിലനിൽക്കും. ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ എന്തായാലും ലാഭം ഉണ്ടാവും. 2026 എന്തായാലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ എന്തായാലും പഠിക്കും. 2027 വെൽത്ത് എന്തായാലും നല്ല രീതിയിൽ റൈസ് ആവും.